നമസ്കാരം, ഭാരത് ന്യൂസിലേക്ക് സ്വാഗതം. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദുവുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിണറായി വിജയൻ ഇറങ്ങി സംസാരിച്ച് തീർത്തു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായിരുന്നു ബിന്ദുവിന്റെ പ്രശ്നം എന്നതാണ് ഇപ്പോൾ കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾ ഇത് ആദ്യത്തേതല്ല. ആദ്യ ഭാര്യയും ഇതേ ആരോപണങ്ങൾ തന്നെ ഉന്നയിച്ചിരുന്നു. എന്നാൽ ആദ്യ ഭാര്യ ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് ഗണേഷിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. രണ്ടാമത് വന്ന ബിന്ദു കഴിഞ്ഞ ദിവസം ഇതൊരു ക്ലോഷർ ആവശ്യമാണ്, എന്നാൽ ക്ഷമ പറഞ്ഞാൽ പ്രശ്നം അവസാനിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. 2 മാസമായി ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന കെ.ബി. ഗണേഷ് കുമാറിനെ തിരിച്ചു വിളിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറത്തേക്ക് ബിന്ദുവിനൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം സാധാരണക്കാർ ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഏതായാലും ബിന്ദു സർക്കാരിനെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രശ്നമുണ്ടായി, പ്രശ്നമാകുന്നു എന്ന് കണ്ട ഉടൻ തന്നെ കെ.ബി. ഗണേഷ് കുമാറിനെ താൻ കുറ്റപ്പെടുത്താനില്ല എന്നും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനില്ല എന്നും വീണ വിജയനോട് പറഞ്ഞു എന്ന് ബിന്ദു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ബിന്ദുവിന്റെ ആവശ്യം ഗണേഷ് കുമാർ ക്ഷമ പറയുക എന്നതായിരുന്നുവെങ്കിൽ, ആരെയെങ്കിലും ഒരു ഇടനിലക്കാരെ വെച്ച് സംസാരിച്ച് തീർക്കേണ്ട വിഷയം മാത്രമായിരുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ പരിഹരിക്കണമായിരുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് ബിന്ദു ഒരുപക്ഷെ വിചാരിക്കുന്ന ബിന്ദു സേഫായി എന്നാണ്. ഇതിനും അപ്പുറം എത്രയൊക്കെയോ പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോഴും തന്റെ പെണ്ണുപിടി അനസ്യൂതം തുടരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട്. ചില ഗിമ്മിക്കുകളൊക്കെ കാട്ടി പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ, ഭർത്താക്കന്മാരെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. പക്ഷേ ഗണേഷ് കുമാറിനെ പോലെ ഒരാളെ അങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയുമോ എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. കാരണം കെ.ബി. ഗണേഷ് കുമാറിന്റെ ഒരു വർഷങ്ങൾ കൊണ്ട് കെ.ബി. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആരോപണങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ധാർഷ്ട്യവും അഹങ്കാരവും കാണിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുക എന്നതിനപ്പുറത്തേക്കൊന്നും തന്നെയില്ല. ഇവിടെയും ബിന്ദുവിന് ഭ്രാന്താണ് എന്ന് പറയുകയും ചെയ്തു. ഒരുപക്ഷെ 5000 കാമുകിമാർ വന്നു, തന്റെ സ്ഥാനം ഏതെങ്കിലും കാമുകിമാർ അടിച്ചെടുക്കുമോ എന്ന പേടിയായിരിക്കും ബിന്ദു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അലറിക്കരയാൻ കാരണം. പിന്നീട് ഒരു ക്ഷമ പറഞ്ഞപ്പോഴേക്കും ബിന്ദു അങ്ങ് കീഴ്പ്പെടുകയും ചെയ്തു. ഏതായാലും ഇനിയും ബിന്ദുവിന് ഒരു പരാതി കേരളീയ പൊതുസമൂഹത്തോടോ ജനങ്ങളോടോ പറയാൻ കഴിയില്ല. ബിന്ദുവിന്റെ തന്നെ തലയ്ക്ക് കത്തിവെക്കുകയായിരുന്നു എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പെണ്ണുപിടി, അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച എന്നതിനപ്പുറത്തേക്ക് കേരള പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച ഒരു സ്ത്രീക്ക് നിയമപരിരക്ഷ കിട്ടിയില്ല എന്നുള്ളത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഏതെങ്കിലും അധികാര പദവിയിലിരിക്കുന്ന ആൾക്കാർക്ക് അവർ വിചാരിച്ചാൽ തീർച്ചയായും ഈ കാര്യങ്ങളെയെല്ലാം കേരളത്തിലെ പോലീസിനെയും ഒക്കെ അട്ടിമറിക്കാം എന്ന് വളരെ വ്യക്തമായി കാണിച്ചു കൊടുക്കുക കൂടിയായിരുന്നു കെ.ബി. ഗണേഷ് കുമാർ. അവിടെ ബഹളം വെച്ചു എന്നാണ് ബിന്ദു പറയുന്നത്. ഹെൽപ്പ് ഹെൽപ്പ് എന്ന് വിളിച്ച് ബഹളം വെച്ച ബിന്ദുവിനെ പിന്നീട് പോലീസുകാർ ഞങ്ങൾ പുറത്തുണ്ട്, ധൈര്യമായി പൊക്കോളൂ എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ പോലീസുകാരെ കാണാനില്ല എന്നാണ് ബിന്ദു പറഞ്ഞത്. ഏതായാലും കേരളത്തിലെ പിണറായി വിജയന്റെ സ്ത്രീ സുരക്ഷയും സ്ത്രീകളെ സംരക്ഷിക്കുന്നതുമൊക്കെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഗണേശൻ പെണ്ണുപിടി ഇപ്പോഴും തുടരുന്നുണ്ടെന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇനി ഗണേശന് പറയാനൊന്നുമില്ല. സത്യത്തിൽ സുരേഷ് ഗോപിയെയും മറ്റും നടന്ന് പരിഹസിച്ച ഗണേഷ് കുമാറിന് കിട്ടിയ തിരിച്ചടി തന്നെയാണിത്. ഇനി വാ തുറന്നേക്കരുത്. കാരണം 5000 കാമുകിമാരുണ്ടെന്ന് പറയുന്നത് ഏത് ധാർമ്മികതയുടെ പേരിലാണ്? വിവാഹം കഴിച്ച് കുടുംബസ്ഥനായി കഴിയുന്ന 30 വയസ്സുള്ള 2 കുട്ടികൾ, ഒരുപക്ഷെ ഗണേഷിന്റെ മക്കൾക്ക് 30 വയസ്സോളം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 27-30 വയസ്സൊക്കെയുള്ള കുട്ടികളാണ്. കുട്ടികൾ കല്യാണം കഴിക്കാറായി. ആ ഘട്ടത്തിലാണ് തനിക്ക് 5000 കാമുകിമാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രി പുറത്തു വരുന്നത്. സത്യത്തിൽ എത്ര അവഹേളനപരമായ നിലപാടാണത്! എത്ര അവഹേളനപരമായ നിലപാടാണ് ബിന്ദു എന്ന സ്ത്രീയോട് ഗണേഷ് കുമാർ കാണിച്ചത്. അത് ബിന്ദുവിന് പ്രശ്നമില്ലായിരിക്കാം, ബിന്ദു എല്ലാം ക്ഷമിച്ചും പുറത്തും അങ്ങ് ജീവിക്കട്ടെ. ഏതായാലും കേരളീയ പൊതുസമൂഹത്തിൽ ഒരു പെണ്ണുപിടിയനെ കാട്ടിത്തന്ന ബിന്ദുവിന് അതിനോട് നന്ദിയുണ്ട്. കാര്യം അടുത്ത കാലത്തായി വലിയ രീതിയിൽ എല്ലാവരെയും ആക്രമിക്കുകയും ഒരു ഇളക്കം അല്പം കൂടുതലുണ്ടായിരുന്നു. ഇളക്കമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കെ.ബി. ഗണേഷ് കുമാറിന്റെ ആ പത്തി അടിച്ചു താഴ്ത്താൻ ബിന്ദുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആകെ ഉണ്ടായ മെച്ചം. ഏതായാലും അത് സുരേഷ് ഗോപി അടക്കമുള്ളവർ അത് ഉപയോഗിച്ചില്ല എന്നുള്ളത് സുരേഷ് ഗോപിയുടെ മാന്യതയാണ് കാണിക്കുന്നത്. നേരെ മറിച്ച് ഗണേശനായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ഇതിന് പ്രതികരിക്കുക? സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് ഒരു അക്ഷരം ഈ നിമിഷം വരെ വീണിട്ടില്ല. ഗണേഷ് പുറകെ നടന്ന് സുരേഷ് ഗോപിയെ ചൊറിയുകയായിരുന്നു. ഏതായാലും രാഷ്ട്രീയപരമായി കിട്ടേണ്ടതൊക്കെ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു.
വ്യക്തിപരമായും വ്യക്തി ജീവിതത്തിലും ഒരു നല്ല വ്യക്തിത്വമല്ലാത്ത ഒരാൾക്ക് ഇനിയും സദാചാരം പറയാൻ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്താൻ ഒരു അർഹതയുമില്ല. അതുകൊണ്ട് ഗണേഷ് കുമാർ വായടച്ച് മിണ്ടാതിരുന്നോണം. അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾ ഗണേഷ് കുമാറിനെ തെരുവിൽ കയ്യേറ്റം ചെയ്യേണ്ട അവസ്ഥ പോലും എത്തും.